സെപ്റ്റംബർ 4 ബുധനാഴ്ച. ലൂക്ക 4-ാം അധ്യായം 38 മുതൽ 44 വരെ വാക്യങ്ങൾ. പവർ ടു ഹീൽ എന്ന തൻ്റെ പുസ്തകത്തിലെ ഫ്രാൻസിസ് മക്നറ്റ് ഒരു നേഴ്സിൻ്റെ കഥ പറയുന്നുണ്ട്. അവൾ എല്ലാ ദിവസവും രോഗികളെ സുഖപ്പെടുത്താൻ തൻ്റെ കൈകളെ അനുഗ്രഹിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കാറുണ്ട്. തുടർന്ന് അവൾ സ്നേഹപൂർവ്വം തൻ്റെ ജോലിയിൽ ഏർപ്പെടുന്നു. രോഗികളെ സുഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ, സ്നേഹത്തോടെ അവരുടെ മേൽ കൈവയ്ക്കുന്ന നേഴ്സുമാരെക്കുറിച്ചുള്ള ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പഠനവും മാഗ്നറ്റ് വിവരിക്കുന്നു. ഫലങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. രോഗികൾ കൂടുതൽ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നു. സ്നേഹമുള്ള, കരുതലുള്ള ആളുകൾ അവരുടെ കൈകളിലൂടെ സ്നേഹമുള്ള, ജീവൻ നൽകുന്ന ശക്തി രോഗികളായവർക്ക് പകർന്നു കൊടുക്കുന്നു. ആളുകളെ സുഖപ്പെടുത്താൻ യേശുനാഥൻ പലപ്പോഴും അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ശിമയോൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ അവിടെ ചെന്നപ്പോൾ ശിമയോൻ്റെ അമ്മായിയമ്മ കടുത്ത പനി ബാധിച്ച് കിടക്കുകയായിരുന്നു. യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു അവൻ്റെ അമ്മായിയമ്മയ്ക്ക് തൽക്ഷണം സൗഖ്യം നൽകുകയും അവൾ പൂർണ്ണ സുഖം പ്രാപിക്കുകയും ചെയ്തു. പിന്നീട് അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവർക്ക് സേവനം ചെയ്യാൻ തുടങ്ങി. സൂര്യാസ്തമയ സമയത്ത് രോഗികളായ അനേകം ആളുകളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർക്ക് പലതരം രോഗങ്ങളുണ്ടായിരുന്നു. യേശു അവരുടെ ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവർ സുഖം പ്രാപിച്ചു. ചില ആളുകളിൽ നിന്ന് പിശാചുക്കൾ ഒഴിഞ്ഞുപോയി. അവർ യേശുവിനോട് ആക്രോശിക്കാൻ തുടങ്ങി, നീ ദൈവപുത്രനാണ്. നേരം പുലർന്നപ്പോൾ വിജനവും ശാന്തവുമായ ഒരു സ്ഥലം കണ്ടെത്താൻ യേശു അവിടെ നിന്ന് പുറപ്പെട്ടു. വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും ഏകാന്തതയിലായിരിക്കുവാനും അദ്ദേഹത്തിന് സമയം ആവശ്യമായിരുന്നു. യേശുവിനെ തങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രയോജനങ്ങൾ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞപ്പോൾ അവനെ വിട്ടുപോകുന്നതിൽ നിന്ന് തടയാൻ അവർ ശ്രമിച്ചു. അവനെ സ്വന്തമാക്കാനാണ് അവർ ആഗ്രഹിച്ചത്. എന്നാൽ തനിക്ക് മറ്റു പട്ടണങ്ങളിലും പോയി സദ്വാർത്ത പ്രഘോഷിക്കണമെന്ന് യേശു വിശദീകരിച്ചു. അതായിരുന്നു യേശുവിൻ്റെ ദൗത്യം. അത് ആർക്കും അവനെ തടയാൻ കഴിഞ്ഞില്ല. ഈ ദൗത്യം നമുക്ക് കൈമാറി വന്നിരിക്കുകയാണ്. യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാതിരിക്കാൻ നമ്മൾ ആരെയും എന്തിനേയും അനുവദിക്കരുത്. ലോകത്തിലെ എല്ലാ ജനതകളും ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ത അറിയണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ തുടക്കത്തിൽ ശിമയോൻ്റെ അമ്മായിയമ്മയുടെ രോഗശാന്തിക്കായി അവർ അവനോട് മധ്യസ്ഥത വഹിച്ചു എന്ന് നാം വായിക്കുന്നു. വ്യക്തമായും മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി ആളുകളുടെ എളിയ മധ്യസ്ഥതയിൽ ശക്തിയുണ്ട്. നാം പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ യേശു നമ്മെ ശ്രദ്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ സ്നേഹനിർഭരമായ
സൗഖ്യം നൽകുന്ന സ്പർശനം ആവശ്യമുള്ള ഒരാളെ തൊടാൻ ഇടവരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.